KCF ഡയമണ്ട് ചിട്ടിയുടെ രണ്ടാം ഘട്ട നറുക്കെടുപ്പ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊല്ലത്ത് നിർവഹിച്ചു. കൊല്ലം SNDP യോഗം ധ്യാനമന്ദിരത്തിലാണ് നറുക്കെടുപ്പ് നടന്നത്. സംശുദ്ധ ഇടപാടുകളാണ് KCFയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് ചടങ്ങിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ആദർശ് EM പെരിഞ്ഞനം ബ്രാഞ്ചിലെ തൃശ്ശൂർ റീജിയണിലെ പെരിഞ്ഞനം ബ്രാഞ്ചിലെ ആദർശ് GM എന്ന വ്യക്തിക്കാണ് 25 ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് ജ്വല്ലറി സമ്മാനമായി അടിച്ചിരിക്കുന്നത്. നറുക്കെടുത്ത നമ്പർ D30-161. തൃശൂർ പെരിങ്ങനം ബ്രാഞ്ചിലെ EM ആദർശനാണ് 25 ലക്ഷം രൂപയുടെ സമ്മാനത്തിന് അർഹനായത്. ആലപ്പുഴ മുതുകുളം ബ്രാഞ്ചിലെ ചിട്ടിയുടമയായ സരസൻ രണ്ടാം സ്ഥാനത്തിനും അർഹനായി. ഒന്നാം സ്ഥാനക്കാരന് 25 ലക്ഷം രൂപയുടെ ആഭരണങ്ങളോ പണമോ ലഭിക്കും. രണ്ടാം സ്ഥാനത്തിന് അർഹനായ ആൾക്ക് 15 ലക്ഷം രൂപയോ തത്തുല്യമായ തുകയ്ക്ക് സ്വർണ്ണാഭരണങ്ങളോ ലഭിക്കും. KCF ഡയമണ്ട് ചിട്ടികളുടെ രണ്ടാം ഘട്ട നറുക്കെടുപ്പാണ് കൊല്ലത്ത് നടന്നത്. നാഷണലൈസ്ഡ് ബാങ്കുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് KCFയുടെ പ്രവർത്തനമെന്നും സംക്ഷിപ്തമായ ഇടപാടുകളാണ് KCFയെ വളർച്ചയിലേക്ക് നയിക്കുന്നതെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. 26 ലക്ഷം പേര് ചിട്ടിയിലുണ്ട്. ആകെ 46 ലക്ഷത്തിലധികം ആളുകൾ കസ്റ്റമേഴ്സ് ഉള്ള ഏതൊരു നാഷണലൈസ്ഡ് ബാങ്കുകൾക്കൊക്കെയുള്ള കണക്കിനേക്കാൾ ഏറ്റവും വലുതാണ് ഈ കണക്ക്. 46 ലക്ഷം പേര് സ്ഥിരമായി സഹകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KCF. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ എപ്പോഴും സെറ്റിൽ ചെയ്യാനും കൂടുതൽ നല്ലപോലെ ബിസിനസ് നടത്താനും ആളുകൾക്ക് ഈ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ കൊടുക്കാനും എല്ലാം കഴിയുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും നല്ല പ്രവർത്തനം വഴി കൂടുതൽ മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി നൽകിയ സ്ഥാപനം KCF ആണെന്നും സാമ്പത്തിക തൊഴിൽ മേഖലയിൽ കേരളത്തിന്റെ നെടുന്തൂണായി വളരാൻ KCFക്ക് സാധിച്ചുവെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. M. നൌഷാദ് MLA അധ്യക്ഷനായ ചടങ്ങിൽ KCF ചെയർമാൻ K. വരദരാജൻ, KCF അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കൊല്ലം.